ഒരു തനി നാടൻ വിഭവമായ കഞ്ഞിയുടെ ബെസ്റ്റ് കോമ്പിനേഷനായ വെളുത്തുള്ളി മുളകും കാച്ചിയതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ചുവന്ന ഉണക്കമുളക് കുതിർത്ത് വെക്കാം. ഇത് അമ്മിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിലാവുമ്പോൾ കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അടച്ചു വെക്കാം. നമുക്കിനി മുളക് ഈ വെള്ളത്തിൽ നിന്നും മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. ഇത് ഈ ജാറിലേക്ക് മാറ്റാം. ഒരു 12 മുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി മുളകും കാച്ചിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയായാലും കുഴപ്പമില്ല. ഈ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇന്ത്യൻ വെളുത്തുള്ളി എടുക്കുന്നതാണ് നല്ലത്. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതുപോലത്തെ 3 ബൾബ് വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ച മുളക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് മുളക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിൽ അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് വഴറ്റിയെടുക്കണം. അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് അല്പം ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും അളവ് മുളകിന്. ഇതിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മുളകായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായി തിളച്ച് മുളക് പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി മുളകും കാച്ചിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.